ഹായ് എവരിബഡി, നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയൻ ലോഹി. ദ മാം ആൻഡ് മോമിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഒരു പുതുവർഷം നമ്മെ തേടിയെത്തുമ്പോൾ നമുക്ക് വിട പറയേണ്ടി വരുന്നത് ഒരു വർഷം മുഴുവൻ പുഞ്ചിരിയുടെ പിന്നിൽ നാം ഒളിപ്പിച്ചു വെച്ച കണ്ണീരിൻ്റെയും വേദനകളുടെയും അവഗണനകളുടെയും ആരോടും പറയാത്ത ചില നോവുകളുടെയും കഥകളാണ്. നാം തന്നെ സഹിച്ച, ആരും കാണാത്ത, അറിയാത്ത നിമിഷങ്ങൾ. ഈ പുതുവർഷത്തിൽ നാം നമ്മോട് തന്നെ ഒരു വാഗ്ദാനം ചെയ്യണം. ഇനി നാം ദുർബലരല്ല. നമ്മുടെ മൗനത്തിന് നാം തന്നെ ശബ്ദം നൽകും. തകർന്നുവെന്ന് കരുതുന്നിടത്ത് നിന്ന് പുനർജനിക്കും. സ്വപ്നങ്ങളെ അവഗണിക്കില്ല. സ്വന്തം മൂല്യങ്ങളെ കുറച്ചു കാണില്ല. എനിക്ക് കഴിയില്ല എന്ന വാക്കിന് പകരം എനിക്ക് കഴിയും, ഞാൻ ശ്രമിക്കും എന്ന് ധൈര്യപൂർവ്വം തീരുമാനിക്കും. അപ്പോഴാണ് ജീവിതം നമുക്കായി കാത്തുവച്ച അത്ഭുതങ്ങൾ കാട്ടിത്തരുന്നത്. നാം മനസ്സിലാക്കണം, നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും നമ്മെ ശക്തരാക്കാൻ, നാം പുനർജനിക്കാൻ നിർമ്മിക്കപ്പെട്ടവയാണ്. നാം വീഴുന്നത് നമ്മുടെ ദൗർബല്യങ്ങൾ കൊണ്ടല്ല, നാം മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ചിലരുടെ വാക്കുകൾ നമ്മെ കരയിപ്പിച്ചേക്കാം. ഓർമ്മിക്കുക, കരച്ചിൽ ഒരു ദൗർബല്യമല്ല, മനസ്സിൻ്റെ ഉള്ളിലെ ഭാരം ഇറക്കി വെക്കാനുള്ള ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. ചിലർ നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം. ഉറച്ച ചൂടോടെ മുന്നോട്ട് പോകാനുള്ള പ്രേരണയായി കരുതണം. ഇന്ന് നിങ്ങൾ തളർന്നിരിക്കാം, തോറ്റെന്ന് തോന്നിയേക്കാം. ചില ദിനങ്ങൾ കഠിനമായിരിക്കാം, ചില രാത്രികൾ നീളമുള്ളവയായിരിക്കാം. ഓർമ്മിക്കുക, ഓരോ ഇരുട്ടിനും ഓരോ പുലരിയുണ്ട്. നാളെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇന്ന് തളരാതെ പിടിച്ചു നിൽക്കുന്നു എങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തിൽ സ്വന്തം സ്വപ്നങ്ങൾ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയേറെ വേദനകൾ സഹിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, എല്ലാത്തിനെയും മറികടക്കാനുള്ള ശക്തി ഇനി നമ്മിൽ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണത്. നമ്മെ പരിഹസിച്ചവരോട്, ചെറുതാക്കി കാണിച്ചവരോട്, ഒറ്റപ്പെടുത്തിയവരോട് ദേഷ്യമൊന്നും തോന്നേണ്ട. ചിലരുടെ സ്വഭാവ വൈകല്യമാണെന്ന് ധരിച്ചാൽ മതി. അവർക്ക് മുന്നിൽ നമ്മുടെ നേട്ടങ്ങൾ അതിനുള്ള ഉത്തരമാവട്ടെ. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാനുള്ള വർഷമല്ല ഇനിയും. ഈശ്വരൻ നമുക്ക് നൽകിയ വരദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാനുള്ള അല്ല ഇത്. അവഗണിച്ചവർക്ക് നിങ്ങളുടെ ഉയർച്ചയാകട്ടെ മറുപടി. ഇരുട്ട് എത്ര കനത്താലും ഒരു മിന്നാമിനുങ്ങിൻ്റെ ഒരു തരി വെളിച്ചം മതി മുന്നോട്ടുള്ള യാത്രയ്ക്ക്. ആ വെട്ടം പുറത്തെങ്ങും അന്വേഷിക്കേണ്ട, നിങ്ങളുടെ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. കണ്ടെത്തിയാൽ മാത്രം മതി. നിങ്ങൾ എവിടെയാണ് എന്നതിലല്ല, നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്ന ഇടമാണ് പ്രധാനം. എന്താവാൻ ആഗ്രഹിക്കുന്നോ അതാണ് പ്രധാനം. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷം ഏവർക്കും പുതിയ പ്രതീക്ഷകളുടെ, ശക്തിയുടെ, സ്വപ്നങ്ങളുടെ സുവർണ യാത്രയായിരിക്കട്ടെ. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.